അപ്പോൾ അതിനിടയ്ക്ക് ആരോ ഒരാൾ പുള്ളീനോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ, ഫേമസ് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സഭയിൽ വെച്ചിട്ട് നിങ്ങളുടെ ഈ പാട്ടിനെ പറ്റി സംസാരിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. അതെന്താ മോശമായിട്ട്? അല്ല, അതൊരു പള്ളിപ്പാട്ട് മാതിരത്തെ പാട്ടാണ്, അത് ഇത്ര വലിയൊരു സംഭവമുണ്ട്, ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച ഒരു തകര, അത് ഇത്ര ആഘോഷിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, അത് സത്യമാണോ ഇല്ലയോ ഏഷണി കൂട്ടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം വളരെ എമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് മാഷ് അതോടുകൂടി തകർന്നു. എന്നോട് പറഞ്ഞാൽ മാഷ്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറാണ് ഇത് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഒരാൾക്ക് എൻ്റെ പാട്ടിനെ പറ്റി അതാണ് അഭിപ്രായമെങ്കിൽ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുള്ളി ഉടനെ പാക്ക് ചെയ്യാണ് നാട്ടിലേക്ക് മടങ്ങാൻ. ഇനിയൊരു സിനിമ വേണ്ട, അടുത്ത സിനിമ പുള്ളി 2-3 ഓഫർ കിട്ടി, അത് വേണ്ടെന്ന് വെച്ചാൽ പുള്ളി വളരെ നിരാശനായിട്ട് പോവാണ്. അപ്പോഴും ഈ പാട്ട് ഭയങ്കര ഹിറ്റാണെന്നൊന്നും പുള്ളിക്ക് അതിനെക്കുറിച്ച് ബോധവാനല്ല. ആ തലേന്ന്, അതായത് പുള്ളി പുറപ്പെടാൻ ഉദ്ദേശിച്ചതിൻ്റെ തലേന്ന് പുള്ളിക്ക് ഒരു കത്ത്, ഒരു ഇൻലൻഡ് കിട്ടുകയാണ്. അതെനിക്ക് കാണിച്ചു തന്നു. ആ ഇൻലൻഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മിസ്റ്റർ ജോബ്, നിങ്ങളെ എന്നെ പരിചയം ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ വലിയ അടുപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടു, വളരെ നന്നായിരിക്കുന്നു, ഇനി ഇതുപോലുള്ള പാട്ടുകൾ ചെയ്യണം, ദേവരാജൻ. അപ്പോൾ ജോമാഷ് ആ മോമെൻറ്റിൽ പുള്ളി കരഞ്ഞു എന്ന് പറഞ്ഞ് വായിച്ചിട്ട്, ആ മോമെൻറ്റിൽ പുള്ളി തീരുമാനിച്ചു പോകുന്നില്ല, ഇനി കുറച്ച് പടം കൂടി ചെയ്യുന്നു.